ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജി ആകെ പ്രശ്നം ഉണ്ടാക്കണം കേട്ടോ മക്കളോട്. അടുക്കളയിൽ എനിക്കിങ്ങനെയൊന്നും ജോലി ചെയ്യാൻ വയ്യ, നിങ്ങളുടെ വിചാരം പോലെ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ആർക്കും വേവിച്ച് തരാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഭവിതയും കൃഷ്ണയും കൂടെ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇതൊക്കെ പറയാനായിട്ട് യാതൊരു നാണോ ഉളുപ്പൊന്നും തോന്നുന്നില്ലേ? എന്തിനാടി ഞാൻ നാണക്കേട് പറയുന്നത്? ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പം മാറ്റി പറയുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞു പഠിക്കാനില്ലേ, നിങ്ങൾ പോയി പഠിച്ചോ, ജോലിയൊന്നും ചെയ്യേണ്ട, ഇവിടെ അതൊക്കെ ചെയ്യാനായിട്ട് സുനിതയുണ്ടല്ലോ എന്ന്. എന്നിട്ടിപ്പം സുനിതയില്ല, ആരുമില്ല, എന്നിട്ട് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? എടി, അത് നിനക്കൊക്കെ പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. അതൊന്നുമല്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ആലീന ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അല്ലെങ്കിൽ തന്നെ ഓരോ ജോലിക്കും ഓരോ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഓരോ ജോലി ചെയ്യിപ്പിച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ എന്നിങ്ങനെ ഭവിത പറയാട്ടോ. ഉടനെ നമ്മുടെ വൈജ പറയുന്നുണ്ട്, എന്താടി? പിന്നെ എനിക്ക് നീയൊക്കെ പറയുന്നത് എന്താ? എന്നെ ഒരുമാതിരി ഇങ്ങനെ നിന്നോട് സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ വൈജ പറയാട്ടോ. അപ്പോൾ വീണ്ടും കൃഷ്ണ പറയുന്നത്, അതെ, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് അമ്മ നോക്കുകയും വേണ്ട. എടി, സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാത്ത ഒരു യൂണിറ്റിയും നിങ്ങൾക്കാർക്കും വേണ്ട. നിനക്കൊക്കെ സഹായിക്കാൻ പറ്റുമോ എൻ്റെ അടുക്കളയിൽ? അതല്ല, ഇനിയിപ്പോൾ നിൻ്റെയൊക്കെ സഹായം ഇല്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. വൈജയന്തി ഇന്നേ വരെ ആരുടെയും കാല് പിടിച്ചിട്ടില്ല, ഇനിയിപ്പോൾ കാല് പിടിക്കാനും പോകുന്നില്ല. ഇതാണ് അമ്മയുടെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നി എല്ലാം നശിപ്പിക്കും, ഇല്ലെങ്കിൽ അമ്മയുടെ കൂടെ എല്ലാവരും നിൽക്കണം അല്ലേ? അമ്മ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിന് പകരം മക്കളെ ഞങ്ങൾക്ക് വയ്യ, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തേ എന്ന് പറയണ്ടേ? അല്ലാതെ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന എന്തിനാണ്? അതാണ് പ്രശ്നം, മനസ്സിലായോ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾ പറയുന്നത് മനസ്സിലായോ? മര്യാദയ്ക്ക് ചോദിക്കണമായിരുന്നു അമ്മ. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കിപ്പം വരാൻ പറ്റുമോ? അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ കൃഷ്ണയും ബബിതയും കൂടെ അമ്മയ്ക്ക് സഹായിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലാൻ കേട്ടോ. ബബിതയാണെങ്കിൽ പാല് ചീനച്ചട്ടിയിലേക്ക് നേരെ ഒഴുക്കി, പാലല്ലാട്ടോ, തൈരാണെങ്കിൽ നന്നായിട്ട് കുലുക്കിയിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഉടനെ നമ്മുടെ വൈജ വന്ന് പറയാനായിട്ട്, നീ എന്തിനാണ് ഇത് കുലുക്കിയത്? പിന്നെ തൈര് നന്നായിട്ട് ഉടയണ്ടേ അമ്മേ? നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? അമ്മേ, ഇവിടെ വന്ന് പരിക്കല്ലേ, എനിക്കറിയാം ചെയ്യാനായിട്ട്. നിനക്കേ ഭയങ്കര നാക്കാണ്, നിനക്ക് തീരെ മര്യാദയില്ല. പിന്നെ മര്യാദ കാണിക്കാനടുത്തൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടമ്മേ. അച്ഛനോട് ഞാനിങ്ങനെ സംസാരിക്കാറില്ല. അതെന്താ? എനിക്കറിയില്ല. അച്ഛൻ എല്ലാവരുടെ നല്ല റെസ്പെക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ അമ്മയെപ്പോലെ അമ്മയടുത്ത് വരുമ്പം എൻ്റെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നറിയോ? അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. അതേ എനിക്ക് എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ അറിയൂ. അല്ലാതെ ഓരോരുത്തരെ കാണുമ്പോൾ മാറ്റാനും ഒന്നും എനിക്ക് പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോഴുടനെ വൈജ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഉള്ള കാര്യം പറയുന്നത് പലർക്കും സൂഹിക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും തോന്നും എനിക്ക് മര്യാദയും ബഹുമാനവും ഒക്കെ കുറയുമെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ബബിത പറയാം കേട്ടോ, അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടേ അച്ഛൻ ഇഷ്ടമല്ലാന്ന് തോന്നുക. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛനോട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. എടി, നിന്നെ ഇങ്ങോട്ടെ എൻ്റെ ഒരു കൈ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്നും പറഞ്ഞ് കൂടുതൽ അങ്ങ് പറഞ്ഞു പോവല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിന്നെയൊക്കെ ഞാൻ കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു ഗതിയില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് നിന്നെയൊക്കെ സഹായത്തിന് ഇങ്ങോട്ട് വിളിച്ചത്. അതുകൊണ്ട് നിൻ്റെയൊക്കെ ഉപദേശമൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണ്ട കേട്ടല്ലോ. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അനുസരിക്കണതും മനസ്സിലാക്കണതും കാലത്ത് എന്നാ നിങ്ങൾക്ക് തോന്നുക അന്ന് മാത്രം ചെയ്താൽ മതി. എടി ബബിതേ, മിണ്ടാതിരുന്നോ? നിനക്ക് സഹായിക്കാൻ പറ്റുമോ? എങ്കിൽ മാത്രം നീ സഹായിച്ചാൽ മതി. അയ്യോ, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ലേ എന്നും പറഞ്ഞോണ്ട് വായിക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചതുപോലെ ഒരു ആക്ഷൻ കാണിക്കാൻ കേട്ടോ ബബിത. എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നതിന് എല്ലാത്തിനും ബബിതയാണെങ്കിൽ എല്ലാ ആക്ഷൻ പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഒരു ദിവസം നീയൊക്കെ മനസ്സിലാക്കും ഞാൻ ആരാണ് എന്താണെന്ന്. അന്ന് നീ കാണിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഓർത്ത് നീ വിഷമിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കൃഷ്ണ അലക്കി വെച്ചതെല്ലാം എടുത്ത് വിരിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ കൃഷ്ണ ചോദിക്കണം, ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ? എടി, നിങ്ങളെ ഡ്രസ്സൊക്കെ അലക്കണ്ടേ? അതൊന്നുമില്ലേ? ഇല്ല, അമ്മയുടേത് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെതെല്ലാം കഴിച്ചതാണ്. എന്നാൽ നീ ബെഡ്റൂമിൽ എൻ്റെ ബെഡ്ഷീറ്റുണ്ട്, നീ ഒന്ന് പോയി കഴുകിയിടും. ഇനി എന്താ പണി? മുറ്റം അടിച്ച് വരണമല്ലോ, അതാണ്. അമ്മേ, ഞങ്ങളിതിനാ മുറ്റം അടിച്ച് വരുന്നത്, ഇവിടെ രോഗിയായിട്ടുണ്ടല്ലോ. പിന്നെന്താ, രോഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മുറ്റം അടിച്ച് വരും അല്ലേ ബബിതേച്ചി എന്ന് പറയാട്ടോ. അപ്പം തന്നെ നമ്മുടെ ബബിത മിണ്ടുന്നില്ല കേട്ടോ, കാരണം പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ. അയ്യോ, എന്തു പറ്റി ബബിതേച്ചി നാക്കിന് എന്തു പറ്റി? എടി, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയടി എന്നും പറഞ്ഞുകൊണ്ട് വൈജ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞാലേ അതേപോലെ അനുസരിക്കണം മക്കളല്ലേ. അമ്മ പറഞ്ഞു വാ മൂടിയിട്ട് പണിയെടുക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അനുസരിച്ചു, അത്രയേ ഉള്ളൂ. അത് ശരി, അപ്പം നിങ്ങൾ തമ്മിൽ ഒരു അടി കഴിഞ്ഞതല്ലേ?
ഞാനതാ ഓർത്തത് നിങ്ങൾ എന്താ ഇത്ര സൈലൻസ് എന്ന്. എന്താ ഇത്തവണ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് ഇടപെടാൻ പറ്റുമോ? ഓ ഇനിയിപ്പോൾ നിൻ്റെയും കൂടെ അഭിപ്രായം കൂടെ ഉള്ളൂ. അതെ ആരെ ഇപ്പം മുറ്റടിച്ച് വരണത്? അത് രോഹിയേട്ടൻ ചെയ്തോളും. എടി അതെ ഒരു ആൺകൊച്ചാണ്, ഇനി അവൻ ചൂലെടുത്ത് മുൻവശത്ത് നിൽക്കത്തുണ്ടേ ഉള്ളൂ. അയ്യേ ആണും പെണ്ണും നോക്കണ്ട, ആരായാലും അമ്മയുടെ തന്നെ മക്കളല്ലേ. ഓ ഇതൊക്കെ അലീന ചേച്ചി ഉള്ളായിരുന്നപ്പോഴാണ് നല്ല രസം അല്ലേ ബബിതേച്ചി? ആ അതെ, ഒരു ദിവസം ഞാൻ, ഒരു ദിവസം ഇവള്, ഒരു ദിവസം അലീന ചേച്ചി, ഒരു ദിവസം രോഹിയേട്ടൻ, ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പണിയെടുക്കാൻ എന്ത് ദിവസമായിരുന്നറിയോ? എടിയും അവൾ ഈ കുടുംബം നശിപ്പിച്ചവളാണ് നിനക്കൊക്കെ വലുതല്ലേ നാശം. ഓ നീ അവളെക്കുറിച്ച് പറയുന്നത് എനിക്ക് കണ്ണെടുത്ത കണ്ണൂടാ. ഇതുപോലുള്ള 4 എണ്ണം. 4 എണ്ണോ? അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് 4 എണ്ണം എങ്ങനെ? നമ്മൾ 3 മക്കളല്ലേ ഉള്ളൂ. ഓ പിന്നെ 4 എണ്ണം എവിടുന്ന് വന്നു? ഓ നിൻ്റെ അച്ഛൻ്റെ കാര്യമോടി ഞാൻ പറഞ്ഞത്. അപ്പോൾ കൃഷ്ണ പറയാനുണ്ടോ? അയ്യോ അങ്ങനെയായിരുന്നല്ലേ. ഓ ഞാൻ വിചാരിച്ചു നീ എന്താടി വിചാരിച്ചത്? അപ്പോൾ ഉടനെ രോഹിത് അങ്ങോട്ട് വന്ന് പറയണ്ടേ, എന്താ ഇവിടെ പ്രശ്നം? ഞാനിവിടെ ഇടപെടണോ? ഓ നിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. രോഹിയേട്ടാ അമ്മ മുറ്റടിച്ച് വരുന്ന ആ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു രോഹിയേട്ടൻ അടിപൊളിയായിട്ട് ചെയ്യുന്നു. പക്ഷേ അമ്മ പറഞ്ഞു അത് വേണ്ട, രോഹിയേട്ടൻ ആൺകൊച്ചല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോന്ന്. ഓ ഇതാണോ അമ്മയെ കാരണം? സിമ്പിൾ മാറ്റർ. ആൺപിള്ളേർ എങ്ങനെയാണ് മുറ്റടിക്കുന്നത് കാണിച്ചു തരാം ഞാൻ, ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്. എടി ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, പറഞ്ഞിട്ട് കാര്യമില്ല. നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആര് കളിച്ചാലും അത് വലിയ ചണല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. നീ പോ അങ്ങോട്ട്, നീ എന്ത് വേണം ചെയ്യ്. നീ ഒരു കാര്യം മുറ്റടിക്കേ, പാത്രം കഴിയേ, എന്ത് വേണം ചെയ്യ്, എനിക്കൊന്നും അറിയണ്ട. എന്തായാലും ബബിതേ ഇന്നാ എൻ്റെ ഫോൺ അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ച് വിളിക്കുക എന്നാ എന്നും പറഞ്ഞ് ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും ഫോൺ പിടിച്ച് വാങ്ങിക്കാണ്ടപ്പോൾ അലീന ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്, ഇനിയിപ്പോൾ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യുകയല്ല, ഈ വീട്ടിൽ നിന്ന് ആരും അവളെ വിളിക്കണ്ട. അമ്മ ആ ഫോൺ ഇങ്ങോട്ട് താമേ എന്ന് ബബിത പറയാട്ടോ. ഇല്ല ദേ ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. ഇപ്പോൾ രോഹിത് പറയാം അമ്മയ്ക്ക് എന്താ അവളോട് വഴക്കിടേണ്ട സമാധാനമുള്ളൂ, അവളുടെ ഫോണല്ലേ, കൊടുക്കങ്ങോട്ട്. എടാ അവൾ പണി ചെയ്ത് ഉണ്ടാക്കിയ ഫോണല്ലല്ലോ, ഞാനും അച്ഛനും കൂടെ പണി ചെയ്ത് ഉണ്ടാക്കിയതാണ്. അയ്യേ അമ്മ എന്തിനാ ഇങ്ങനെ ചീപ്പാവുന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണ. എടേ ആദ്യം നിൻ്റെയൊക്കെ അമ്മയെ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പഠി, അത് കഴിഞ്ഞ് മതി. ബബിത ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ആ ഫോൺ തിരിച്ച് തരത്തില്ലേ? തരത്തില്ല എന്ന് പറഞ്ഞാൽ 3 തരാം. മര്യാദ പഠിക്കുമെന്ന് നോക്കട്ടെ. ഉറപ്പാണോ അമ്മയെ? ഉറപ്പാണ്, ഞാൻ തരില്ല. അതിലും ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വൈജയുടെ ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഫോണും എടുത്തും കൊണ്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി ബബിത. വൈജ ആകെ പെട്ടുപോയി. അപ്പോൾ ഉടനെ രോഹിത്താണെങ്കിൽ ചൂലെടുത്തും കൊണ്ട് മുറ്റടിക്കാൻ പോവാണ് കേട്ടോ. ഈ കൃഷ്ണയാണെങ്കിലും അമ്മയെടുത്ത് വന്നിട്ടുണ്ട്. അമ്മേ ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറുതെന്ന് എനിക്കറിയാം, എന്നാലും ചില സമയം എൻ്റെ വായിൽ നിന്ന് വലിയ വർത്തനം വരാറുണ്ട്. അതുകൊണ്ട് അമ്മയോട് ഒരു അപേക്ഷയുള്ളൂ, എന്നെക്കാളും അമ്മ ചെറുതാവാൻ വേണ്ടി നോക്കരുത് കേട്ടോ പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണയും പോവാട്ടോ. മക്കളുടെ മുമ്പിൽ ആകെ ചെറുതായി നാണം കെട്ട് നമ്മുടെ വൈജ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വൈജയുടെ ഫോണിൽ നിന്നും കൊണ്ടാണ് നമ്മുടെ ബബിത അലീനയെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് ഫോൺ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ, അയ്യോ ഇതാരാ ഫോണ്. അപ്പോൾ ഫോൺ നമ്പർ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ ആരുടെ നമ്പറാണെന്ന്. ടെൻഷനായിട്ടാണ് നമ്മുടെ അലീന ഫോൺ എടുക്കുന്നത് കേട്ടോ, മാഡത്തിൻ്റെ ഫോണാണെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം നമ്മുടെ ബബിത പറയുന്നുണ്ട്, അതെ എടി നിന്നെ ഞാനിപ്പോൾ ശരിയാക്കും കേട്ടോ, കാരണം നമ്മുടെ വൈജ എങ്ങനെയാണ് പറയുന്നത് അതേ ടോണിലാണല്ലോ നമ്മുടെ ബബിത പറയുന്നത്. എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ദേ പേടിച്ച് പോയില്ലേ, മാഡമാണെന്ന് വിചാരിച്ചല്ലോ, ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ 2 ചീത്ത, നിനക്ക് സമാധാനമായല്ലേ? ഫോണിന് തൃപ്തിയായി. അലീന ചേച്ചി ഇത്രയെങ്കിലും ദണ്ണം പറയണ്ടേ ഈ ഫോൺ വഴി എന്ന്, ഇല്ലെങ്കിൽ പിന്നെ ഫോൺ എന്ത് വിചാരിക്കും. എടി മോളെ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, എന്ത് പറ്റി? അതിൻ്റെ ഡിസ്പ്ലേ പോയി. ഡിസ്പ്ലേ പോയെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങിച്ചൂടെ നിനക്ക്? അത് നീ എന്നോട് പറ, ഞാൻ വാങ്ങിത്തരുമായിരുന്നല്ലോ. പിന്നെന്താ, ഞാനിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, പൈസയൊക്കെ ഉണ്ട്. ചേച്ചി കുളത്തൂപ്പുഴയല്ലേ, പിന്നെ എങ്ങനെ തരും? നീ പോയി മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ പ്രൈസ് എത്രയെന്ന് പറയുന്നു, അപ്പം ഞാനിത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നു, അതുപോലെ അതൊക്കെ ഞാൻ ആലോചിക്കട്ടെ. എടി മോളെ നിനക്കിവിടെ സുഖമാണോ? എനിക്കിവിടെ ഒരു സുഖമില്ല ചേച്ചി, ഭയങ്കര വിഷമാണ്. ഒരാൾ എന്നെ ചീറ്റ് ചെയ്യുവാണോന്ന് എനിക്കൊരു സംശയം. ആരാണ് എൻ്റെ കൊച്ചിനെ ചതിക്കുന്നത്? ഞാൻ ചോദിക്കാം. അന്ന് വീട്ടിൽ വന്നില്ലേ ചേച്ചി വഴക്ക് പറഞ്ഞു വിട്ട ഒരാൾ, അമൽ, ഒത്തിരി മുടിയൊക്കെ ഉള്ള ഒരാൾ, ഓർക്കുന്നുണ്ടോ? മനസ്സിലായി, ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ചേച്ചി. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു സ്കൂട്ടറിൽ അവനെയും വെച്ചുകൊണ്ട് പോകുന്നു. ശരിക്കും നീ കണ്ടോ? കണ്ടു. തോന്നലൊന്നും അല്ല, സത്യവാ. അതാരാണെന്ന് നിനക്ക് അറിയില്ലല്ലോ. ഒരു പക്ഷേ അവൻ്റെ കസിൻ സിസ്റ്ററോ റിലേറ്റീവ്സോ സ്വന്തം അനിയത്തി തന്നെ ആവാമല്ലോ.
ഞാൻ അങ്ങനെയൊക്കെ സമാധാനിക്കാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല. അമലിനെ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു. അവൻ ഫോൺ എടുക്കുന്നില്ല. അത് ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ലക്ഷണമല്ലേ? നീ സമാധാനമായിട്ടിരിക്കും, നമുക്കതിനുള്ള വഴിയുണ്ടാക്കാം, വിഷമിക്കണ്ട കേട്ടോ. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ചേച്ചി. അവൻ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ ചാവുന്നു വയ്ക്കും. എൻ്റെ മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി, എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഞാനുണ്ടല്ലോ, നിനക്ക് ധൈര്യമായിട്ടിരിക്കും. ബബിതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ വന്ന് തുറക്കട്ടോ. ഫോൺ വാങ്ങിച്ചുകൊണ്ട് ഓടിയില്ലേ? എടി, നിന്നോടല്ലേ പറഞ്ഞ വാതിൽ തുറക്കാൻ. ചേച്ചി, ഞാൻ ഫോൺ വെക്കട്ടെ, അമ്മ അവിടെ കിടന്നുകൊണ്ട് അലറുന്നു. ശരി, ഞാൻ വെക്കുകയാണേ. അങ്ങനെ ഫോൺ വെക്കുകയാണ്. പക്ഷേ നമ്മുടെ അലീന അതോടുകൂടി ടെൻഷനായി കേട്ടോ. കാരണം അവൻ അത്ര ആൾ ശരിയല്ല എന്നുള്ളത് അന്ന് തന്നെ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായതല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന സംസാരിക്കുന്ന ബാലചന്ദ്രനെ വിളിച്ചിട്ട് സംസാരിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം അച്ഛൻ കുടിച്ചിട്ടാണോ ചെന്നത്? എന്തിനാ അങ്ങനെ ചെയ്തത്? അവിടെ ഒരു ഈച്ച പറഞ്ഞാൽ പോലും ഞാനത് അറിയും എന്നൊക്കെ ഇങ്ങനെ അലീന ഫോൺ വഴി സംസാരിക്കുക കേട്ടോ. ഇനി കുടിക്കല്ലേ അച്ഛാ, പ്ലീസ്. ഇവിടെ ഒരാൾ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണ്, ഇനി അച്ഛനും കൂടെ അങ്ങനെ ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്റ്റാൻലി അതെല്ലാം കേട്ടും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനുണ്ടല്ലോ അച്ഛന്. എന്നെ കുടിക്കില്ലേ അച്ഛാ, പ്ലീസ്. ഇവിടെ ഒരാൾ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോരണ്ടെന്ന് തോന്നുക. ഇവിടുത്തെ രാജകുമാരി ആവുന്നതിനേക്കാളും ഇഷ്ടം അവിടുത്തെ വേലക്കാരി ആകുന്നത് തന്നെയാണ്. അതൊക്കെ പോട്ടെ, അച്ഛൻ മരുന്നല്ല മുടങ്ങാതെ കഴിക്കണം കേട്ടോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. കൃഷ്ണമോളോട് ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അച്ഛൻ അതെല്ലാം തെറ്റിച്ചില്ലേ? വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ അല്പം പോലും ദേഷ്യപ്പെടുത്തരുത്. മാഡത്തിനോട് വഴക്കിന് നിന്നേക്കരുത്. അച്ഛനും കൂടെ ടോക്സിക് ആയി പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിവിടെ എത്ര കാലം ഉണ്ടാവുന്നു എനിക്ക് യാതൊരു നിശ്ചയവും ഇല്ല. നമ്മളിപ്പോൾ പുറമേ കാണുന്ന പോലെയൊന്നും അല്ല ഈ വീട്. ഇതൊരു വീടെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു കോണിൽ, സ്റ്റാൻലി പപ്പ ഒറ്റയ്ക്ക് വേറൊരു കോണിൽ. പെരിച്ചാഴികൾ നടക്കും പോലെ കുറേ ജോലിക്കാർ കയറി ഇറങ്ങി നടക്കുന്നത് കാണാം. എന്നെ വിധിക്കാനും ശിക്ഷിക്കാൻ വേണ്ടി വിധിക്കുന്ന ന്യായാധിപന്മാരെല്ലാം അണിയറയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഘട്ടം മാറ്റി അവരെല്ലാം രംഗത്തേക്ക് വരാൻ വലിയ താമസമൊന്നും ഇല്ല അച്ഛാ. ഞാൻ മിക്കവാറും ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് സ്റ്റാൻലി പുറകെ വന്നുകൊണ്ട് ചുമക്കുക കേട്ടോ. അച്ഛാ, ഞാനേ പപ്പ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാം. മോളെ, മിസ്റ്റർ മാനനു ആയിരുന്നല്ലേ അത്? അതെ. എനിക്ക് തോന്നി നീ മേനോൻ ശരിക്കും നല്ലൊരച്ഛൻ തന്നെയായിരുന്നു അല്ലേ? അതെ, നല്ലൊരച്ഛൻ തന്നെയായിരുന്നു. ഞാൻ കൊതിച്ചിട്ടുണ്ട് അച്ഛൻ മതിയായിരുന്നു എനിക്ക് അച്ഛനായിട്ടെന്ന്. കാരണം അത്രയ്ക്ക് എന്നോട് സ്നേഹവും ഒക്കെയുള്ളൊരച്ഛനായിരുന്നു. നിന്നോട് അത്രയ്ക്ക് വാത്സല്യമായിരുന്നു. അതെ, അത്രയ്ക്ക് വാത്സല്യം തന്നെയായിരുന്നു. അയാൾ ചീറ്റ് ചെയ്ത് ശ്രീയുടെ മകളായിട്ട് പോലും നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ. ഓർത്താൽ അത്ഭുതം തോന്നും. അച്ഛനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെയൊന്നും പറ്റത്തില്ല. എനിക്കും അതൊരു സർപ്രൈസായിപ്പോയി. അയാൾ നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ച് തന്നപ്പോൾ ആരും അങ്ങനെ ചെയ്യില്ല. അതെ, നിനക്കും അയാളെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അപ്പോൾ അലീന ഒന്ന് ചിരിച്ചിട്ട് പറയാട്ടോ. അതെ, ഒരുപാടിഷ്ടം. ഞാൻ ആദ്യമായിട്ട് അച്ഛനെന്ന് വിളിച്ചത് അദ്ദേഹത്തെയാണ്. അങ്ങനെ വിളിച്ചോളാൻ സമ്മതിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഇത് കേട്ടിട്ട് അയാൾക്കൊരു വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, എനിക്കറിയാം, മേനോൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം മകളെപ്പോലെ നിന്നെ നോക്കിയിരുന്നത്. അതെ. വീണ്ടും നമ്മുടെ സ്റ്റാൻലി ഒരു വല്ലാത്ത വിഷമത്തോടുകൂടി പറയാണ്, ഞാൻ അത്ര പോരല്ലേ മോളെ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? വല്ലാത്തൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരാൾ അല്ലേ? ഞാൻ പപ്പയാവാൻ വേണ്ടി ശ്രമിക്കാം, പക്ഷേ എന്നാലും മേനോൻ്റെ മുന്നിൽ ചിലപ്പോൾ ഞാൻ തോറ്റുപോകും അല്ലേ? അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സങ്കടമായി കേട്ടോ. അച്ഛൻ വല്ലാത്ത സങ്കടത്തിലാണിത് പറയണതെന്ന് അറിയുമ്പോഴത്തേക്കിനും വീണ്ടും അയാൾ പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാതിരുന്നത്? അപ്പോൾ അലീന പറയാം, ഫാസ്റ്റിങ് ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ടാവും, പക്ഷേ നീ വാടി തളർന്നതുപോലെ ഇരിക്കുന്നു. അത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഇത്രയും പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോവാണ്. അലീനയ്ക്കത് വല്ലാത്തൊരു വിഷമമായിട്ട് അലീന അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും മോളെ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ്. അലീന ഒരു വശാത്ത വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് തീരുക. ലാസ്റ്റ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.